അല്ല ഗൈസ് നമുക്ക് ഇന്നൊരു കല്യാണ ഉണ്ട്. സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവരും വിളിക്കും. നമ്മൾ VIP സെലിബ്രിറ്റി ആണ്, അതുകൊണ്ട് കോസ്റ്റ്യൂം കത്തണം. ആദ്യം കാല് കത്തിക്കാട്ടി ഇതുവരെ പൊട്ടിക്കാത്ത ഷൂ ഞാൻ പൊട്ടിച്ചു. അത് കാലുമേൽ എടുത്തിട്ട്, അല്ലാണ്ട് ഇപ്പൊ തലമേൽ ഇടില്ലല്ലോ ഇപ്പൊ ഞാൻ. എന്താ പറ്റ കഥ. ഇനി അടുത്ത കുപ്പായം കത്തിക്കണം. ഇതെന്താ ഫാൻസി ഡ്രസ്സോ? ഇതെന്റെ സ്വന്തം ഡ്രസ്സാ. നമ്മളന്ന് കല്യാണം കളറാക്കാൻ പോണ ഈ 90s കൂടെ നമ്മൾ സെലിബ്രേറ്റ് വന്നിട്ട് റോഡൊക്കെ ബ്ലോക്ക് ആയി. അതായത് കല്യാണം കൂടി ഒരുപാട് കല്യാണപ്രായമെത്തിയ ആളുകളുണ്ട്, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. അള്ളാഹു എല്ലാവർക്കും യോജിച്ച ഇണകളൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കല്യാണത്തിന് എന്നാൽ ഫുഡാണല്ലോ നമ്മളെ മെയിൻ. സെലിബ്രേറ്റ് ആയതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ. അതിനുശേഷം വീട്ടിൽ വന്നപ്പോ ഈ സാധനത്തിന്റെ തലേന്ന് പാൻ എടുക്കാനുള്ള ഒരു ഈസി ജോബ് കിട്ടിയെങ്കിൽ. ചൂടായതുകൊണ്ട് പാനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഈശ്വരാ, ദേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം. ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങ ഇവിടെ പാടാ. പിന്നെ നമ്മള് വലിയ കുട്ടി കളിക്കുന്ന ടംബ്ലർ തന്നെ കളിച്ച്. ഇനി അടുത്ത മെയിൻ പരിപാടി വീട്ടിൽ കല്യാണല്ലേ, ഡ്രസ്സ് എടുക്കണം. അതിന് മുമ്പ് ഡ്രസ്സ് ഇട്ടോക്കുമ്പോ ഫിറ്റ് ആവാൻ വേണ്ടി ഒരു സ്ഥലത്തെത്തി. ഈ ലക്കി ഭാസ്കറിൽ ദുൽഖർ പോണ ഒരു വേഗം പിടിച്ച് പോണ കൗണ്ടർ കാലിയാക്കാനല്ല കേട്ടോ, ഈ ജിമ്മക്കാണേ. ഇവിടുത്തെ കൗണ്ടറിൽ ആകെ ഉള്ളത് കുറച്ച് ഡംബൽസ്. അത് കാലിയാക്കാൻ ഞാൻ കാലിയോ. അങ്ങനെ നമ്മള് നേരെ പിന്നെ കല്യാണ ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിലെത്തി. ഇവിടെ വന്നാൽ കല്യാണ ചെക്കൻ ഏറ്റവും അയ്യായിരം ഇവിടുന്ന് കിട്ടും. സെറ്റ് കിട്ടൂലേ. നമ്മളും ചെക്കനാവള്ളല്ലേ, നമ്മളും 1-2 ഒക്കെ ഇട്ടോക്കി. ഇവനാണ് കല്യാണം കൂടാൻ ബാംഗ്ലൂരിൽ നിന്ന് ലാസ്റ്റസ് കാത്തുക്കുന്നത്. ഇവൻ പിന്നെ വീഡിയോ കോൾ AI വെച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്ത്. ഏതായാലും ഇടാളെ 2-3 ഡ്രസ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയെടുത്ത് നമ്മളവിടുന്ന് പോകുന്നു. അപ്പൊ ശരി എന്നാ.